റാപ്പർ ഡബ്സിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത ഇന്ന് രാവിലെയാണ് വന്നത്. വേടന് പിന്നാലെ റാപ്പർ ഡബ്സിയും അറസ്റ്റ് ചെയ്തത് യുവതലമുറയ്ക്ക് തന്നെ വലിയൊരു ആഘാതമാണ്. മലയാളി യുവതലമുറയുടെ രണ്ട് സെൻസേഷനുകൾ തന്നെയാണ് റാപ്പർ ഡബ്സിയും റാപ്പർ വേടനും. ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത് രണ്ട് കേസുകൾക്കാണെങ്കിൽ പോലും ഈ കേസുകളൊക്കെ തന്നെയും ഇപ്പോൾ ചർച്ചയിൽ നിൽക്കുകയാണ്. വേടനെ അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് കൈവശം വെച്ചതിനാണെങ്കിൽ ഇപ്പോൾ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തെക്കുറിച്ചാണ് ഡബ്സിയെ അറസ്റ്റിൽ പറയുന്നത്. ഡബ്സിക്കൊപ്പമുള്ള 3 സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്യുകയും ഇവരെ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. കടം നൽകിയ പണം തിരികെ കിട്ടാത്തതിനെ തുടർന്ന് വീട്ടിലെത്തി ബഹളമുണ്ടാക്കി എന്നാരോപിച്ചാണ് ഇപ്പോൾ ഡബ്സിക്കെതിരെ ലഭിച്ച പരാതിയിൽ തന്നെ പറയുന്നത്. ഫാരിസ്, റംഷാദ്, അബ്ദുൾ ഗഫൂർ എന്നിവരെയാണ് ഡബ്സിക്കൊപ്പം തന്നെ അറസ്റ്റ് ചെയ്ത മറ്റു കൂട്ടുകാർ. ഇവരെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. കാനിയൂർ സ്വദേശി ബാസിലിന്റെയും പിതാവിന്റെയും പരാതിയിലാണ് പോലീസ് നടപടിയെടുത്തത്. ഡബ്സി വിദേശത്ത് ഒരു ഷോ ചെയ്തതിന്റെ ദൃശ്യങ്ങൾ ബാസിലിന്റെ കൈവശമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തർക്കങ്ങൾ ഡബ്സിയും ബാസിലും തമ്മിൽ ഉണ്ടായിരുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഡബ്സിയും സുഹൃത്തുക്കളും വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്ന പരാതി ലഭിച്ചതെന്നും ബാസിലിന്റെ പിതാവ് പരാതിയിൽ പറഞ്ഞതെന്നും വ്യക്തമാക്കുന്നുണ്ട്. സുഹൃത്തുക്കളെയും കൂട്ടി ഡബ്സി വീട്ടിലെത്തുകയും പരസ്യമായ അസഭ്യം പറയുകയും ചെയ്തുവെന്നാണ് പിതാവിന്റെ പരാതിയിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സംഭവ സ്ഥലത്തെത്തി ചങ്ങരംകുളം പോലീസ് 4 പേരെയും വീട്ടിൽ നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു.